മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ കർത്താവ് ഇന്ന് പകൽ നേരം ഒരിക്കൽ കൂടെ അടുത്തു വരുവാൻ സ്വർഗീയ പിതാവെ അങ്ങ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൂരത്തും ചാരത്തുമായിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ കർത്താവെ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവ് ജീവന്റെ വചനം കടന്നു ചെന്ന് വലിയ വിടുതലുകൾ വെളിപ്പെടുത്തുവാൻ കർത്താവെ ഇന്ന് പകൽ നേരം കർത്താവ് സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. പരിശുദ്ധാത്മാങ്ങളുടെ കൃപയാൽ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ. ദൈവപുത്രന്റെ മഹത്വം കർത്താവെ ശുശ്രൂഷയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം. കൃപ ചെയ്യണം, ബലപ്പെടുത്തണമേ. കർത്തന്റെ നാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരുമിച്ച് അടുത്ത് വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ആത്മാവിൽ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് ചെയ്ത എല്ലാ അവസരങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമുക്ക് അല്പനേരം ദൈവവചനത്തിന്റെ ചിന്തകൾക്കായിട്ട് സ്തോത്രം ചില ഭാഗങ്ങളെ നമുക്കിന്ന് പകൽ നേരം എടുക്കാവുന്നതാണ്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം മുതൽ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം മുതലുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. വായിച്ചാട്ടെ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശം, ഏതിനോട് അതിനെ ഭൂമിക്കേണ്ടു. ഒരു മനുഷ്യൻ എടുത്ത് തന്റെ തോട്ടത്തിലിട്ട കടുകുമണിയോട് അത് സദൃശം. അത് വളർന്നു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഭൂമിക്കേണ്ടു, അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 മുറ മാവിൽ ചേർത്തു എല്ലാം പുളിച്ചു വരുവോളം അടക്കി വച്ചു എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ തന്റെ ശുശ്രൂഷ വേളയിൽ ശക്തമായി പഠിപ്പിച്ച ഒരു വിഷയം ദൈവരാജ്യം എന്നുള്ള വിഷയമായിരുന്നു. ദൈവരാജ്യം. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് ദൈവരാജ്യം കാണപ്പെടുന്ന നിലയിൽ അല്ല വരുന്നത് എന്ന് പറഞ്ഞു, എന്നാൽ അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ദൈവരാജ്യം വെളിപ്പെടുക, ദൈവരാജ്യം വെളിപ്പെടുത്തുക എന്നുള്ള വിഷയം ക്രിസ്തുവിന്റെ സ്തോത്രം പ്രസംഗത്തിന്റെ ശുശ്രൂഷയുടെ പരമപ്രധാനമായ ചില കാര്യമായിരുന്നു. ദൈവരാജ്യത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അനേക കോടി വിശുദ്ധ ദൂതന്മാരുണ്ട്, ഓട്ടം തികച്ച വിശുദ്ധന്മാരുണ്ട്. അങ്ങനെ അനേകരാണ് ദൈവരാജ്യത്തിലുള്ളത്. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കുവാനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പ്രവേശനത്തിന്റെ വിധം എന്ന് പറഞ്ഞാൽ പുത്രന്റെ മേൽ നമ്മുടെ അകൃത്യം ചുമത്തി മാനവരാശിയുടെ അകൃത്യങ്ങളെ ദൈവപുത്രൻ ചുമന്ന് ദൈവത്തിനാകുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചാൽ, യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവന്റെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരം വരുന്നു. അങ്ങനെ അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുക നിമിത്തം അവന് നിത്യമായൊരു ഭവനം അവന് ഉണ്ടാകണം. അവന് വെള്ളയുടുപ്പ് അവൻ ധരിക്കണം. ദൈവരാജ്യത്തില് അവൻ പ്രവേശിക്കണം എന്നുള്ള പദ്ധതിയിലാണ് അവനെ ഭൂമിയിൽ സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ദൈവരാജ്യം ഏതിനോട് സദൃശം എന്ന് ഏതിനോട് ഉപമിക്കേണ്ടത് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ എടുത്ത് തന്റെ തോട്ടത്തിൽ ഇട്ട കടുകുമണിയോട് അത് സദൃശം. കടുകുമണി വളരെ ചെറുതാണ്, എന്നാൽ കടുകുമരം വളരെ വലുതുമാണ്. ആമേൻ. വളരെ ചെറുതായിരിക്കുന്നത് ഒന്ന് ഏറ്റവും വലുതായി തീരും. അതായത് ആരുടെയും ശ്രദ്ധയിൽ വീഴാതെ നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കണം ദൈവരാജ്യം.
ആ ദൈവരാജ്യം സകലത്തിലും വലുതായി തീരുവാൻ പോകുകയാണ്. ആമേൻ. അടുത്ത വാക്യം വായിക്കുന്നത്, പിന്നെ അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു എന്നും പുളിച്ച മാവിനോട് തുല്യം അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്തു എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. എന്ത് സംഭവിക്കും നമുക്കറിയാം. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. അപ്പോൾ അത് പുളിച്ചു വരുവോളം അത് അടക്കി വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതായിരിക്കുന്നതിനെ അതിന്റെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും ശ്രേഷ്ഠ ഉന്നതമാകുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ആരുടെയും ശ്രദ്ധയിൽ വരാത്തതാണ് ദൈവരാജ്യം. ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല, ലോകരെ സംബന്ധിച്ച് വരുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് അത് ചെറുത് എന്ന് ലോകം വിധി എഴുതുന്നത് പലതും ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും ഉന്നതവുമാണ്. എന്നാൽ സ്തോത്രം, നമ്മൾ അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, അവർ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന്. അപ്പോൾ ശ്രദ്ധിക്കണം, ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി. ഈ ദൈവരാജ്യത്തെ കടുകുമണിയോളവും അല്പം പുളിമാവിനോടൊക്കെ സദൃശ്യമാക്കി പറയുമ്പോൾ അത് അല്പമേ ഉള്ളൂ, പക്ഷെ അത് സകലത്തിലും വലുതാണ്. അപ്പോൾ ജനത്തിന് മനസ്സിലായി, അതായത് ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇത് ചെറിയ ഒരു കൂട്ടത്തെ കുറിച്ചാണ് പറയുന്നത്, ചെറിയ ഒരു അംശത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നത്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടണം. ആമേൻ. ആളുകളെ, രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടിയേ മതിയാകത്തുള്ളൂ. ആമേൻ. കരങ്ങൾ ദൈവത്തെ മോശപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ അനേകർ പോരാടുന്നില്ല. ആമേൻ. ഇന്ന് പ്രസംഗിക്കുന്നത് ഇടുക്കുവാതിലല്ല, ഇന്ന് പ്രസംഗിക്കുന്നത് വിശാലമായ പാതയാണ്. നീ ലോകത്തിൽ വന്നത് ലോകത്തെ അനുഭവിക്കാൻ തന്നെയാണ്. ദൈവം നിന്നെ രക്ഷിച്ചത് ലോകത്തെ അനുഭവിക്കാൻ വേണ്ടി. നിന്റെ ജീവിതത്തിൽ കുറവുള്ളതും തടസ്സമുള്ളതൊക്കെ കാൽവറിയിൽ തകർക്കപ്പെടുന്ന തന്റെ ശരീരം മുഖാന്തരം അതൊക്കെ മാറ്റം വന്നു. അതായത് നീ ലോകത്തെ അനുഭവിക്കുന്നതിന് നിന്റെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നതൊക്കെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടും കാൽവറി മരണത്തോടും കൂടെ മാറ്റം വരുത്തി. അതുകൊണ്ട് ഇനി ഒരു തടസ്സമില്ല, നീ സുഖമായിട്ട് എൻജോയ് ചെയ്തോ, അതിന്റെ കൂടെ ഓരോ പ്രൈസ്തലോട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഇന്നുള്ള വിശാലമായ വഴിയിലൂടെ പോകുന്ന പ്രസംഗങ്ങൾ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഇടുക്കമുള്ളതാണ്, ഇടുക്കമുള്ളതാണ്. അടുത്ത വാക്യം വായിച്ചേ. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും. കണ്ടോ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും. അനേകര് കടക്കുവാൻ നോക്കും, അത് കഴിയത്തില്ല. അനേകർക്ക് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ചില ജീവിതത്തിൽ ചിലത് ഉപേക്ഷിക്കാതെ ഒരിക്കലും അവർക്ക് കർത്താവിനെ കാണാൻ കഴിയത്തില്ല. 14-ാം അധ്യായം, ലൂക്കോസ് 14-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 25 മുതൽ നമുക്കൊന്ന് വായിക്കാം. 14-ാം അധ്യായം 25-ാം വാക്യം മുതൽ വായിച്ചാൽ. പുരുഷാരം അവരോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും. ഇവിടെ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോകാൻ ഒത്തിരി പേരുണ്ട്. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി ശിഷ്യഗണങ്ങളുമായി ഗ്രാമത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വലിയ പുരുഷാരം അനുഗമിക്കുന്നുണ്ട്. അവരാര് കർത്താവിനെ അറിയുവാനോ കർത്താവിന്റെ വചനം കേൾക്കുവാനോ ഒന്നുമല്ല. അവർക്ക് അപ്പം തിന്നണം, രോഗം സൗഖ്യമാകണം, അത്ഭുതം കാണണം, ഇതിനാണ് പുറകെ വരുന്നത്. അതൊരു വലിയ കൂട്ടം കാണും, വലിയൊരു കൂട്ടം കാണും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയൊരു കൂട്ടത്തിൽ ഒരു ബാലകന്റെ കയ്യിലായിരുന്നു 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ കയ്യിൽ ചിലതുണ്ട്. അത് പിടിച്ചു പറിക്കാൻ വേണ്ടിയാണ് വേറെ കുറെ ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്.
ഈ 5 അപ്പവും 2 മീനൊക്കെ ആരുടെയൊക്കെ കയ്യിലുണ്ട് അതെല്ലാം കളക്ട് ചെയ്ത് പ്രസ്ഥാനത്തിന്റെ ഹെഡ് ഓഫീസിൽ കൊണ്ടുവരാൻ വേണ്ടിയിരിക്കുന്ന ഒത്തിരി പേര് വേറെയുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം നമ്മൾ പ്രസംഗിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്ക നിലവാരത്തിൽ വേണം നമ്മളുടെ ഓട്ടം ഓടുവാൻ തക്കവണ്ണം, അല്ലേ? അപ്പൊ തുടർന്നുള്ള വാക്യം വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞ് ഇടുക്കുവാതിൽ എന്താണ് നമുക്ക് ഇച്ചിരി കൂടെ വ്യക്തമാകും. അവിടെ പറയുന്നത് എന്റെ അടുക്കൽ വരികയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവിന്റെ കണ്ടീഷൻസ് നമുക്ക് വളരെ ശ്രദ്ധയോടെ നമ്മൾ അറിയണം. പുറകെ വരുന്നവരെല്ലാം കർത്താവിന്റെ ശിഷ്യന്മാരല്ല. കർത്താവിന്റെ പിറകെ സഞ്ചിയും പൊക്കണോ എടുത്തുകൊണ്ട് പോകുന്നവരാരും കർത്താവിനെ അനുഗമിക്കുന്നവരല്ല. കർത്താവിനെ യഥാർത്ഥമായിട്ട് അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനമാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടതെന്ന്. എന്താണ് അവിടെ വായിക്കുന്നത്? എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ അവിടെ ശ്രദ്ധിക്കണം, പകയ്ക്കാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക. അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നിന്റെ സ്വന്തം ജീവനെയും വരെ പകച്ചുകൊണ്ടാണ് ഓരോ വ്യക്തികളും ജീവിക്കുന്നത്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഭയപ്പെടാതെ കഴിയുന്നില്ല. ഏതെങ്കിലും ഒന്നിനെ ഭയപ്പെടാതെ ഒരുവൻ ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല. എപ്പോഴും ഭയമായിരിക്കും. പക്ഷേ ക്രിസ്തുവിന്റെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്നത്, നിന്നെ നിയന്ത്രിക്കുന്നത്, നിന്നെ ചലിപ്പിക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും അത് ഉപേക്ഷിച്ചേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ നേരം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഇവിടെ മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും പ്രത്യക്ഷത്തിൽ ഉപേക്ഷിക്കണമെന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ സ്വാധീനവും സ്വാർത്ഥതയും മാറ്റി വെക്കണം. എത്രയോ ദൈവദാസന്മാര് നല്ല മാതൃക കാണിച്ചിട്ടുണ്ട്. എത്രയോ പേര് ഹല്ലേലൂയ, നീ എൻ്റെ മകനാ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി, ഞാൻ പറയുന്നത് മാത്രം നീ അനുസരിച്ചാ മതി എന്ന് പറയരുത്. രക്ഷിക്കപ്പെട്ടവനാണോ രക്ഷിക്കപ്പെട്ടവളാണോ നിന്റെ വീട്ടിലുള്ളവർ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണെങ്കിൽ അവർ നിന്റെ ഇഷ്ടത്തിന് തുള്ളാൻ നിൽക്കുന്ന വ്യക്തിയല്ല. ആ വ്യക്തിക്ക് വലിയ ദർശനം ദൈവം കൊടുത്തിട്ടുണ്ട്, അത് പൂർത്തീകരിക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടുഭാഷ നീ ആപ്പ് വെക്കാൻ പോകരുത്. നിന്റെ ആപ്പ് അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു കയറ്റാൻ ചെല്ലരുത്. അനേകരുടെ പ്രശ്നം എന്നാണെന്നറിയാവോ? അനേകരുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ചിലർക്ക് ചിലരെ കൊണ്ട് ജീവിക്കണം, ചിലർക്ക് ചിലരുടെ സ്വത്രം തോളത്തിരിക്കാതെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, നീ മനസ്സിലാക്കി സ്തോത്രം, നീ ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ച് മുന്നേറുന്നതിന് ഒത്തിരി വില കൊടുത്തേ മതിയാകത്തുള്ളൂ. ഒത്തിരി വില കൊടുത്തേ മതിയാകത്തുള്ളൂ. ആ ഭാഗം ശ്രദ്ധിക്കണം. പകയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടാതിരിക്കണം. പറ്റുമോ? ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയേ പറ്റുള്ളൂ. ദൈവരാജ്യം ഭീരുക്കൾക്കുള്ളതല്ല. മനസ്സിലാക്കണം. അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഭാര്യയോ മക്കളെയോ ഒക്കെ ഭയപ്പെട്ട് കിടക്കുന്നവന് പ്രവേശിക്കാനുള്ള സ്ഥലമല്ല ദൈവരാജ്യം. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയായ അവൻ്റെ അഭിപ്രായങ്ങൾ ആരുടെയും താല്പര്യങ്ങൾ സൂക്ഷിക്കുന്നതല്ല. രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിൻ്റെ യാത്രകളെല്ലാം ആരെങ്കിലും പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളതല്ല. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ കൂടുതലായിട്ട്
ഹല്ലേലൂയ. മനുഷ്യർക്ക് ബോധിപ്പിച്ച് മനുഷ്യരെ പ്രസാദിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ മകനായിരിക്കാൻ കഴിയത്തില്ല, വിശേഷിച്ച് ഒരു ദൈവത്തിന്റെ വേലക്കാരനായിരിക്കാൻ കഴിയത്തേയില്ല. കാര്യം അവൻ എപ്പോഴും പലരെ പേടിച്ചിരിക്കുകയാണ്, ഭയത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കാര്യം മനസ്സിലാക്കിക്കോണം. അങ്ങനെ ഭയപ്പെടുന്ന ഒരുവനോ ഒരുവളോ എന്നെ കേൾക്കുന്നെങ്കിൽ മകനെ മകളെ, നീ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. നീ എന്താണ് ഇവിടെ വായിക്കുന്നത്? ഒന്നും കൂടെ നമുക്ക് ആ ഭാഗം ഒന്നും കൂടെ വായിക്കാം. അവിടെ വായിച്ചതിന്റെ 25-ാം വാക്യം മുതൽ ഏറിയ പുരുഷാരം എന്റെ അടുക്കൽ വരികയും, ഏറിയ പുരുഷാരം അങ്ങനെയല്ല പറയുന്നത്, ഏറിയ പുരുഷാരം അവനോട് കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഏറിയ പുരുഷാരത്തോട് ചോദിച്ചാൽ പറയുമോ അങ്ങനെയൊന്നുമല്ല, കർത്താവ് ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടാ കർത്താവ് മുമ്പേ പോകുന്നതെന്ന്, ഞങ്ങൾ പറയുന്ന പോലെയൊക്കെയാ കർത്താവ് നിൽക്കുന്നതെന്ന് മനസ്സിൽ. ഏറിയ പുരുഷാരത്തിന്റെ അഭിപ്രായം അങ്ങനെയാ. അത് ഏറിയ പുരുഷാരം അംഗീകരിക്കുകയും ചെയ്യും, പക്ഷെ അല്പജനം അത് അംഗീകരിക്കത്തില്ല. അല്പജനമാണോ, ചെറിയ ആട്ടിൻകൂട്ടമാണെങ്കിൽ അവരെപ്പോഴും കർത്താവിന്റെ വചനമാണ് മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ ആരെങ്കിലും പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് നീ ഓടുന്നതെങ്കിൽ നിന്റെ ഓട്ടം ദൈവഹിത പ്രകാരമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിന്റെ ഓട്ടം കൊണ്ട് കഴിയുകയുമില്ല. വായിച്ചാട്ടെ ഭാഗം. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും, ഇവിടെ ആ ലിസ്റ്റ് ശ്രദ്ധിക്കണം, അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന്, സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്തവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, സ്വന്തം ജീവനെ പകയ്ക്കാതെ, സ്വന്തം ജീവിതത്തിന്റെ ഭാവി എന്താകും, എൻ്റെ സ്ഥിതി എന്തായിത്തീരും എന്നുള്ള വിഷയങ്ങൾ അപ്പൊ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾ താല്പര്യങ്ങളെയെല്ലാം നല്ല വിധത്തിൽ ഈ പറയുന്ന ലിസ്റ്റിലുള്ളവർക്ക് നല്ല സ്വാധീനമുണ്ട്. ആമേൻ. ഈ പറയുന്ന ലിസ്റ്റിലുള്ളവർക്ക് നല്ല സ്വാധീനം ശക്തമായിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ളവരുടെ സ്വാധീനം എന്താ പറയുന്ന അത്രയും പേര് സ്വാധീനിച്ചിട്ട് കഴിയത്തില്ല. അതിനെല്ലാം ജയിക്കണം. അവസാനം സ്വന്തം ജീവനെ പകയ്ക്കാതിരിക്കുകയും വേണം. എങ്കിലാണ് ഇടുക്കുവാതിൽ നീ കാണത്തുള്ളൂ. മനസ്സിലാവും. ഇടുക്കുവാതിൽ കാണുന്നപ്പോഴാണെന്നറിയാവോ, എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതല്ല ഇടുക്കുവാതിൽ. അത് വിശാലമായ വാതില. എല്ലാവരുടെയും താല്പര്യം നീ അന്വേഷിച്ചാൽ അത് ഇടുക്കുവാതിലല്ല, അത് സ്വന്തം വിശാലമായ വാതിലാണ്. സത്യം പലരുടെയും മുഖത്ത് നോക്കി പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി നേരിടും. ഞാൻ പറയട്ടെ, ഒരുവൻ അവന്റെ അപ്പനോടോ അമ്മയോടോ സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതികരണം എന്നതായിരിക്കും? സ്വന്തം ഭാര്യയോടുള്ളത് തുറന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? സഹോദരനോടോ സഹോദരിയോടോ മക്കളോടോ സ്വന്തം നിലപാട് വെളിപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അത് നേരിടാൻ തയ്യാറുള്ളവരെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. കാരണം ഇവർക്ക് ആരുമല്ല, ക്രിസ്തുവിന്റെ പരമപ്രാധാന്യം കൊടുത്ത് കർത്താവിന് സ്ഥാനം കൊടുത്തുകൊണ്ട് സ്റ്റെപ്പുകളെ വെക്കുന്നവനെ അക്കരെ രാജ്യത്തിൽ ചെല്ലത്തുള്ളൂ. ഹല്ലേലൂയ. ചിലരിന്ന് കാണുന്ന എന്നാന്ന് ചോദിച്ചാൽ എല്ലാരെയും പ്രസാദിപ്പിച്ചിട്ട് നല്ല ദൈവദാസനാണ് എന്നുള്ള ആ വലിയ എന്താ പറയുന്നത്, ആ ഒരു ട്രോഫി മൊമെന്റം മേടിക്കാൻ വേണ്ടി ഓടുന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഓടുന്നവർ മനസ്സിലാക്കണം, ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല. കാര്യം മനുഷ്യൻ പാപത്തിൽ വീണ് കിടക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വീഴ്ചകൾ പല വിധത്തിൽ അവനെ സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുക. അങ്ങനെ ബന്ധനത്തിൽ കിടക്കുന്ന അനേകർ ആ ബന്ധനം വിട്ട് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ മുഖം നോക്കാതെ സംസാരിക്കാനുള്ള കൃപയാണ് ദൈവം പകരുന്നത്. പക്ഷേ അനേക ബലഹീനർ എന്ത് ചെയ്യുന്നറിയോ, ദൈവത്തോട് പോയി പറയും, കർത്താവേ എനിക്ക് നിന്റെ ബലവും ശക്തി ആവശ്യമാണ്, പക്ഷെ ആരും വേദനിക്കാൻ പാടില്ല. ഇന്നാണ് അനേക പാസ്റ്റർമാരുടെ പ്രാർത്ഥന, അനേക വിശ്വാസികളുടെ പ്രാർത്ഥന അതാണ്. ഞാൻ കൃപ പ്രാപിച്ച് കർത്താവ് നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കും, ആർക്കും വേദനിക്കരുത്. തിരിച്ച് ദൈവത്തിന് വെക്കുന്ന എന്താ പറയുന്ന ആപ്പ് കണ്ടോ, കർത്താവിന് വെക്കുന്ന അനേക, പക്ഷെ അനേകർ അതുകൊണ്ട് കർത്താവിന് അനേകരുടെ ശുശ്രൂഷയിൽ പ്രസാദമില്ല, അനേകരുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ല. സഹോദരങ്ങളെ, അനേകരുടെ പ്രസംഗങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ല, അവരുടെ ശുശ്രൂഷയിൽ പ്രസാദമില്ല. അനേകർ വായ തുറക്കുമ്പോൾ തന്നെ
മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന വാക്കുകളേ ഉള്ളൂ. അതുകൊണ്ട് അവരാരും ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുകയില്ല. അവരെ ദൈവത്തിന് രക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെ വേണം? ഞാനൊരു ദൈവദാസൻ, ഞാനിപ്പോഴും ഓർക്കുന്ന ഷാമോൻ എന്ന് പറഞ്ഞ ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം. അവരവരുടെ സ്വന്തം ഭാര്യയോട് പറഞ്ഞു, നിനക്ക് എൻ്റെ മേലോ എനിക്ക് നിന്റെ മേലോ അവകാശമില്ല. കാരണം ഞാനും നീയും ദൈവത്തിന്റെ കൃപയാൽ വിളിക്കപ്പെട്ട വ്യക്തികളാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ നിലവാരത്തിൽ ഓടി നമ്മളോട് ദൈവം പറയുന്ന പദ്ധതി തീർക്കേണ്ടതുണ്ട്. ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്റെ ഭർത്താവാണെന്ന് വെച്ച് സ്വതന്ത്രം ഞാൻ നിന്റെ മേൽ കൂടുതലായിട്ട് ആധിപത്യം എടുക്കാൻ ഞാൻ വരികയില്ല. നീ എൻ്റെ ഭാര്യയാന്ന് വെച്ച് നിന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്വമെന്ന് ഞാനും കടന്നു കയറത്തില്ല. നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന് അവകാശികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉൾബോധത്തിൽ വേണം സംസാരിക്കാൻ. അതല്ല ഭാര്യ ഭർത്താവിന്റെ മേലും ഭർത്താവ് ഭാര്യയുടെ മേലും കടന്നു കയറുന്ന വാക്കുകളും ആധിപത്യവും. മകനെ മകളെ, നിന്റെ സഹോദരന് നീ ഇടർച്ചയായി തീരരുത് കേട്ടോ. ഇത് തന്നെ മക്കളുടെ കാര്യത്തിലുമുണ്ട്. മക്കളുടെ കാര്യത്തിലുമുണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളുടെ കാര്യത്തിലുമുണ്ട്. അനേകര് മനസ്സിലാക്കാതിരിക്കുന്ന, നീ നിന്റെ സഹോദരനെ ചതിക്കുമ്പോൾ, നിന്റെ ഒരു വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നീ അവനെ ചതിക്കുമ്പോൾ നീ ചതിക്കപ്പെടുകയാണ്. അതൊന്നാമത്, നീ നാശത്തിലേക്കാണ് പോകുന്നത്. ഒന്ന്. രണ്ടാമത്, നീ ലക്ഷ്യം വെച്ച് സംസാരിക്കുമ്പോൾ ഒരമ്മയെന്നോ ഒരപ്പനെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ സഹോദരനോ സഹോദരി എന്നുള്ള അധികാരം ഉപയോഗിക്കുമ്പോൾ നിന്റെ കൈ കടന്ന് കയറുന്നത് അവന്റെ നിത്യതയ്ക്കെതിരായിട്ടാണ്. അനേകർക്ക് മനസ്സിലാകാതെ വരുന്ന ഇതുകൊണ്ടാണ്. ഇടുക്കുവാതിൽ കണ്ടെത്തണം. ആമേൻ. സ്നാനപ്പെടുന്നത് വരെയും ഈ പറയുന്നതൊക്കെ സക്സസ് ആയിരുന്നു. ഈ പറയുന്ന വിധത്തിലുള്ള കോണ്ടാക്ട്, ഈ വിധത്തിലുള്ള കണ്ടീഷനുകൾ ഉണ്ടായിരുന്നു. തമ്മിൽ എല്ലാ ആധിപത്യവും നടക്കും. വാക്കുകൊണ്ട് സംസാരിച്ച് മറ്റവനെ മുറിപ്പെടുത്തുന്നു, മറ്റവനെ ആദ്യം അടിപ്പെടുത്തുന്നു, സംസാരിച്ചിരുത്തുന്നു. ചിലരിലുള്ള ഭൂതമാണത്. ചിലർക്കും മറ്റുള്ളവരെ സംസാരിച്ചിരുത്താനുള്ളൊരു കൃപയുണ്ട്, അല്ലേ? അത് കൃപയൊന്നുമല്ല, പക്കാ ഭൂത ആത്മാ. എന്റെ വാക്കെ പറഞ്ഞത്, ചിലർക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ വായിക്കിടക്കുന്ന നാക്കിന്റെ ഗുണം കൊണ്ട് ബലഹീനരെ അടിച്ചിരുത്തുവാൻ നിന്റെ ശക്തി നീ ദുരുപയോഗം ചെയ്തുകൊണ്ടായിരിക്കുന്നെന്ന് നീ നരകത്തിൽ നിന്ന് അധികം ദൂരത്തുള്ളവനല്ല. ആരായാലും മനസ്സിലായോ? പറയുന്ന വാക്ക് ശ്രദ്ധിക്കണോ? നീ നരകത്തിൽ നിന്ന് അധികം ദൂരെയല്ലെന്ന്. ഇടുക്കുവാതിൽ കണ്ടെത്തണം കേട്ടോ. ഇടുക്കുവാതിൽ കണ്ടെത്തണം. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ, കർത്താവേ ഇത് കൃപയോടുകൂടിയതാണോ? എന്താ ഈ കൃപ? നീ ഇടുക്കുവാതിലൂടെ പ്രവേശിക്കണം. നിന്റെ സഹോദരനോ സഹോദരിയോ നിന്റെ ഭവനത്തിലുള്ളവരെ ആരുമാകട്ടെ, സ്ഥാനപ്പെട്ടതാണോ അഭിഷേകം പ്രാപിച്ചതാണോ, അവരും ഇടുക്കുവാതിൽ പ്രവേശിക്കട്ടെ. അനേകർക്ക് ഇന്ന് ഇത് മനസ്സിലാകുന്നില്ല. അനേകർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ചിലര് കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് അന്യമാകുക. എന്റെ അവകാശമെന്നോ താല്പര്യമെന്നോ ശാഠ്യമെന്നൊക്കെ പറഞ്ഞ് ഇടുക്കുവാതിൽ നിന്ന് നീ അകന്നു പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ സ്തോത്രം, അവിടെ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം, അതിന്റെ 24-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഏത് 13-24 നമ്മൾ വായിച്ചതിന്റെ സ്തോത്രം അതിന്റെ 23 മുതൽ വായിച്ചാട്ടെ. നമ്മൾ വായിക്കും. വായിച്ചാട്ടെ. അപ്പോൾ ഒരുത്തൻ അവനോട് അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാ ഇടുക്കുവാതിലൂടെ അനേകർ കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാരും? കഴിയാതെ വരുന്നതിന് കാരണം അപ്പൻ സമ്മതിക്കത്തില്ല, അമ്മ സമ്മതിക്കത്തില്ല, ഭാര്യ സമ്മതിക്കത്തില്ല, മക്കൾ സമ്മതിക്കത്തില്ല, സഹോദരൻ സമ്മതിക്കുന്നില്ല, സഹോദരി സമ്മതിക്കുന്നില്ല, ഈ ശരീരം സമ്മതിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? സമ്മതിക്കാതിരിക്കുന്നവർ ആരൊക്കെയാ?
അവസാനം നിന്റെ ശരീരം കൂടെ എതിരാ. ഈ രോഗമുള്ള ശരീരം കൊണ്ട് കർത്താവേ ഈ പ്രയാസത്തിലൂടെ പോകണമെന്നാണോ പറയുന്നത്? നിന്റെ ശരീരം സമ്മതിക്കുന്നില്ല. പക്ഷെ നീ റിസൾട്ട് അനുഭവിക്കാൻ ഈ ശരീരം കൊണ്ടല്ല ചെല്ലുന്നത്. അതാണ് വിഷയം. മനസ്സിലാകുന്നുണ്ടോ? നീ എന്ത് പോയി പറയും? നീ എന്തായിരിക്കും ദൈവത്തോട് പറയുന്നത് ഇങ്ങനെ പോയാ? ആ വാക്ക്, അടുത്ത വാക്യം ശ്രദ്ധിക്കണം. വളരെ സുപരിചിതമായ ഒരു ഭാഗത്തിലേക്ക് കർത്താവ് വിഷയം പറഞ്ഞെത്തുക. നമ്മൾ ആ ശ്രദ്ധിക്കണം. ആ അടുത്ത വരിഞ്ഞ് വായിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. വായിച്ചേ. വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. വായിച്ചോ. അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തില്ലയോ എന്ന് പറഞ്ഞു തുടങ്ങും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. അവർ ഇടുക്കുവാതിലൂടെ കടക്കുവാനൊന്നും താല്പര്യപ്പെടുന്നില്ല. തച്ചന്റെ മകനായിരിക്കുന്നവൻ, സ്തോത്രം, മശിഹായായി വെളിപ്പെട്ടു വന്ന ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു എന്ന് യെരുശലേമിലുള്ള ആരും വിശ്വസിക്കുന്നില്ല. തച്ചന്റെ മകനായിട്ട് വന്നവൻ തച്ചന്റെ മകനാ. അവന്റെ അമ്മ മറിയ, അവന്റെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. ഇവൻ എങ്ങനെയാ മശിഹയാകുന്നത്? മനസ്സിലാകുന്നുണ്ടോ? യഹൂദന്മാരുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഇടുക്കുവാതിൽ യഹൂദന്മാർക്ക് കാണുവാൻ കഴിയുന്നില്ല. രക്ഷകനായി വന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ ഈ അടുത്ത വീട്ടിലുള്ളവനല്ലേന്നേ. അവന് 30 വയസ്സ് വരെ ഇതിലൂടെ ചുറ്റിക്കടന്ന് നടന്ന് ഞങ്ങൾക്ക് അറിയാമെന്നില്ല. ഞങ്ങളുടെ വീട്ടിലെ സകല ഉപകരണങ്ങൾ ഫർണിച്ചറും പണിത് അവനും അവന്റെ വീട്ടുകാരും അല്ലേ. കണ്ടോ, ഇടുക്കുവാതിൽ കാണാൻ കഴിയാതെ പോകുന്നു. കണ്ടോ, ഇടുക്കുവാതിൽ കാണാൻ കഴിയുന്നില്ല. അവൻ ദൈവപുത്രനാണ്. അനാദി നിത്യതയിൽ വാസം ചെയ്തവൻ, പ്രവാചകന്മാർ മുൻപറഞ്ഞവൻ ഇവൻ തന്നെയാണ്. കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടു വന്ന ദൈവപുത്രൻ ഇവൻ തന്നെയാണ്. അവന്റെ കയ്യാൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ദൈവപുത്രനെന്ന് ആളുകളെ വെളിപ്പെടുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഇടുക്കുവാതിലൂടെ കയറുവാൻ കഴിയാത്തവർ അനേകർ പുറത്തു കിടക്കുകയാണ്. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ജനം കർത്താവിനെ അഡ്രസ് ചെയ്യുന്നത് എന്താണെന്നറിയാവോ? അഡ്രസ് ചെയ്യുന്ന വാക്യോ നമ്മളിപ്പോ കണ്ടത്. വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത് വായിച്ചേ. നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പാർപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നൊരു കാര്യം, ഇത് എവിടെ ചെല്ലുമ്പോഴാണെന്നറിയാവോ? ഇനി ഈ പറയുന്നതിന്റെ കണ്ടിന്യൂവേഷൻ നടക്കുന്നത് ഭൂമിയിലല്ല, നിത്യതയിലാണ്. വിഷയം ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിയാതിരിക്കുന്ന ജനം കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് അവിടെ പറയുന്ന കാര്യം എന്താ? ഹല്ലേലൂയ. അവിടെ പറയുന്ന കാര്യം, കർത്താവേ നീ ഞങ്ങളെ ഓർക്കുന്നില്ലേ? അന്ന് ഇരിക്കുന്ന ഇസ്രായേലിലെ ജനത്തോട് പറയുകയാണ്. നിങ്ങളൊന്ന് അന്ന് എന്നോട് പറയും, കർത്താവെ നീ ഓർക്കുന്നില്ലേ? നീ അവിടെ വെച്ച് മീറ്റിംഗ് നടന്നപ്പോൾ, രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ, കുരുടന് കാഴ്ച നൽകിയപ്പോൾ, മരിച്ചവരെ ഉയർത്തിയപ്പോൾ ഞാൻ ആ മരിച്ചു കിടന്നവന്റെ പെട്ടി തോന്നവൻ ഞാനായിരുന്നു. നീ മുടന്തല നടത്തിയപ്പോൾ ആ കവല എനിക്ക് പെട്ടിക്കടയുണ്ടായിരുന്നു. ഞാൻ അവിടെ കർത്താവെ നിനക്ക് കുരുടനെ കാഴ്ച കൊടുത്തപ്പോൾ ഞാൻ അപ്പുറത്ത് ഒപ്റ്റിക്കൽസിന്റെ അകത്തിരുന്ന് ആളുകൾക്ക് കണ്ണാടി പായ്ക്ക് കൊടുക്കുകയായിരുന്നു. നീ എന്നെ അറിയുന്നില്ലേ കർത്താവെ? മനസ്സിലാക്കണം, അനേകര് പറയുവാൻ പോകുന്നത് ഇതൊക്കെയായിരിക്കും. കർത്താവെ ഞാൻ വാക്യം വായിച്ചു കൊടുക്കാനോ ഇരുന്ന് നീ ഓർക്കുന്നില്ലേ കർത്താവെ?
കർത്തൃമേശയ്ക്ക് പാത്രം ചുമന്നത് ഞാനായിരുന്നു. സ്തോത്ര കാഴ്ച പാത്രം എടുത്തോണ്ട് വന്നത് ഞാനായിരുന്നു. പാട്ട് പാടാൻ വർഷിപ്പ് സിംഗേഴ്സിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ഞാൻ ആ സെക്കൻഡ്സ് പാടിയ, ഞാൻ ആ കീബോർഡ് വായിച്ച്, ഞാൻ ആ ഡ്രംസ് അടിച്ചത്, ആളെ ഞാൻ അസിസ്റ്റന്റ് മാസ്റ്റർ ആയിരുന്നു. ഞാൻ എല്ലാ വാക്യവും കൃത്യമായിട്ട് സ്വന്തം ബൈഹാർട്ടായിട്ട് വയസ്സുകളെല്ലാം പഠിപ്പിച്ചത് ഓർക്കുന്നില്ലേ കർത്താവേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. കാരണം എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ മക്കളെയോ ഭാര്യയോ നിലങ്ങളെയോ ഒക്കെ പ്രിയപ്പെട്ടവൻ എനിക്ക് കൊള്ളാവുന്നതല്ല. ഞാൻ ഇറങ്ങി വന്ന് ചെയ്തത് കണ്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും നീ ദൈവരാജ്യത്തിൽ പോകത്തില്ല കേട്ടോ. അനേകർക്ക് ഇന്നത് മനസ്സിലാകുന്നില്ല. അനേകർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഈ പ്രസംഗം കേട്ടിട്ടും മനസ്സിലാകുന്നില്ല. ഇതിന്റെ യാഥാർത്ഥ്യം ഗ്രഹിപ്പിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവര് പറയുന്നത് ഞാൻ മുമ്പിൽ നിന്ന് ഉറങ്ങിയത് നീ കണ്ടില്ലേ ദൈവമേ? ഞാൻ പാട്ടുപാടിയപ്പോ ശക്തമായിട്ട് കൈയടിച്ചതാ, ഞാൻ ശക്തമായിട്ട് തുള്ളിയതാ, അന്യഭാഷ പറഞ്ഞതാ. നീ എന്നെ അറിയുന്നില്ലേ? അറിയുന്നില്ല ഞാൻ നിന്നെ, അറിയുന്നില്ല ഞാൻ നിന്നെ. നീ വീണ്ടും ചലിച്ചോ? സ്നാനപ്പെട്ടു? നോ നോ, മൈ ക്വസ്റ്റ്യൻ ഈസ് ആർ യു ബോൺ അഗൈൻ? നീ വീണ്ടും ചലിച്ചോ? എങ്ങനെ കർത്താവേ? അപ്പനേക്കാൾ അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും സഹോദരിയെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും അധികം നിന്റെ ശരീരത്തെയും പകയ്ക്കാതെ നീ എന്നിലേക്ക് നിന്നെ പൂർണ്ണമായി സമർപ്പിച്ചോ? ഇടുക്കുവാതിൽ അനേകർക്ക് ഇന്ന് അറിയത്തില്ല. ഇടുക്കുവാതിൽ അറിയത്തില്ല. ഇന്ന് അനേകർ പോഷ്കിന്റെ പ്രസംഗമായിട്ട് നടക്കുന്നവരുടെ നടുവിലാണ് ഇന്ന് ഞാനും നിങ്ങളും സ്തോത്രം ഹാളലിയ ക്രിസ്ത്യ ജീവൻ നയിക്കുന്നത്. അതുകൊണ്ട് അവന്മാര് പോഷ്ക്ക് പ്രസംഗിക്കുക, അതുകൊണ്ട് ഞങ്ങൾ സത്യം കേൾക്കാൻ വകയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ ദൈവരാജ്യത്തിൽ കയറ്റണം. നോ 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 നോ. ഇന്ന് അങ്ങനെ കുറെ പേരുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് ഒന്നും റിയായിട്ട് കേൾക്കാനില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഞാൻ പറയാം, ഒന്നിൻ്റെ പേരിൽ ദൈവരാജ്യത്തിൽ നീ കയറത്തില്ല. ഒന്നിൻ്റെ പേരിൽ നീ ദൈവരാജ്യത്തിൽ കയറത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നീ എന്നും അനങ്ങാതെ ഇരിക്കുന്നത് ഇതുപോലെ പലതും കണ്ടിട്ടാണ്. നീ തെരുവിലൂടെ നടന്നപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും പറഞ്ഞ മകനെ ദൈവരാജ്യത്തിൽ നീ കയറത്തില്ല. ഇന്ന് ഇനി അനേകർ രക്ഷിക്കപ്പെടാതെ ഇടുക്കുവാതിൽ കടക്കാതെ അതായത് കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വ്യവസ്ഥ നിന്റെ വീട്ടിൽ നിന്റെ ശരീരം പോലും പകച്ചാലും നീ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കണം. അതാണ് ഇടുക്കുവാതിലിൻ്റെ പ്രത്യേകത. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. വേഗം വായിച്ചു തീർത്താം. അല്ല അവിടെയല്ല സ്തോത്രം. അവിടെ വായിക്കുന്ന അതിന്റെ 13-ാം അധ്യായത്തിന്റെ കാര്യം പറഞ്ഞേ. 13-ാം അധ്യായം സ്തോത്രം സ്തോത്രം അതിന്റെ 26-ാം വായിക്കുന്നത് അന്നേരം അതായത് ശ്രദ്ധിക്കണം, ഇത് കർത്താവിന്റെ തലമുറയിലുള്ളവർക്ക് വരുന്ന ന്യായവിധിയെ കുറിച്ച് കർത്താവ് നേരിട്ട് പറയുകയാണ്. കർത്താവ് നടന്നു പോകുന്ന വഴിയിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. അവിടെ കൈമുക്കി കാണിച്ച ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. ഒരു ചായ മേടിച്ചു കൊടുത്ത് ദൈവരാജ്യത്തിൽ കയറ്റത്തില്ല. മനസ്സിലാക്കണം, ദൈവരാജ്യത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ നീ ഇടുക്കുവാതിൽ കണ്ടെത്തണം. ഇതെല്ലാം നീ കടന്നു പോകുന്നിടത്തേക്ക് യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം കാണും. അതിന്റെ നടുവിൽ നീ ഇടുക്കുവാതിൽ കണ്ടെത്തണം. അത് പേഴ്സണലാണ്. ഇടുക്കുവാതിൽ കണ്ടെത്തേണ്ടത് പേഴ്സണൽ ഡ്യൂട്ടിയാണ്. വായിച്ചേ. നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. എത്രാം വാക്യം വായിക്കുന്നേ? അന്നേരം പറഞ്ഞു തുടങ്ങും, പഠിപ്പിക്കുകയും ചെയ്തതിൽ 27. അന്നേരം ഞാൻ എവിടെയെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. അനീതി പ്രവർത്തിക്കുന്നവരെ വായിച്ചോ. പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ. ഇവിടെ ശ്രദ്ധിക്കണം, അനീതി പ്രവർത്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നടന്നുപോയ വഴിയുടെ സൈഡിൽ നീ നിന്നത് കൊണ്ട് നീതീകരിക്കപ്പെട്ടിട്ടില്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇടുക്കുവാതിൽ കണ്ടിട്ടില്ല. മനസ്സിലാകണം, കർത്താവ് പോയതിന്റെ അടുക്കൽ നിന്നത് കൊണ്ട് നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. പക്ഷെ നീ ക്ലെയിം ചെയ്യുന്ന എന്നാന്നറിയാവോ? ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തിയതാ കർത്താവേ,
ഞങ്ങളുടെ പേരിലൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പേര് ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദീർഘനാൾ നിന്റെ നാമത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. നോ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച നീ ഇടുക്കുവാതിൽ കണ്ടെത്തണം. സ്നാനപ്പെട്ട നീ ഇടുക്കുവാതിൽ കണ്ടെത്തണം. അഭിഷേകം പ്രാപിച്ച നീ ഇടുക്കുവാതിൽ കണ്ടെത്തണം. പക്ഷെ അവിടെ വരുമ്പോൾ പിശാച് പറയുന്നൊരു കാര്യം, ഇടുക്കുവാതിലേക്കാൾ നല്ലത് വിശാലമായ വാതിൽ നീ പ്രസംഗിച്ചോ. കർത്താവ് അവസാനം നിനക്ക് ഇടുക്കുവാതിൽ പ്രവേശിച്ചതിന്റെ റിസൾട്ട് തരും. പിശാച് അങ്ങനെ അനേകരെ പറഞ്ഞു പറ്റിച്ച്, അനേകരെ വഞ്ചിച്ച് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ പോയിട്ടുണ്ട്, ഇപ്പൊ അവിടെ കിടപ്പുണ്ട് അനേകര്. നിങ്ങൾക്കറിയാവോ ധനവാൻ എന്തുകൊണ്ടാണ് നരകത്തിൽ പോയെന്നറിയാമോ? അവന് ഈ ഇടുക്കുവാതിൽ അറിയത്തില്ല. ന്യായപ്രമാണം അറിയാം, അബ്രഹാമിനെ അറിയാം, പ്രവാചകന്മാരെ അറിയാം, മസോദ് മുറ്റത്ത് കിടക്കുന്ന ലാസറിനെ അറിയാം. പക്ഷെ അവന് ഇടുക്കുവാതിൽ അറിയത്തില്ലായിരുന്നു. ഇടുക്കുവാതിൽ അറിയത്തില്ലായിരുന്നു. അവൻ പറയുന്നത് എന്താ? കർത്താവേ, അല്ലെങ്കിൽ അബ്രഹാമേ, എന്റെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് നീ ഒരു പ്രവാചകനെ അയക്കണം. അത് പറ്റില്ല, നല്ലത് ഇവനെ തന്നെ അയക്കണം. ആരെ? ഈ ലാസറിനെ തന്നെ അയക്കണം. അതായത് നമ്മളിവിടെ വായിച്ച വാക്യം എന്താണെന്നറിയാവോ? എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സഹോദരങ്ങളോ സഹോദരിയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് സ്വന്തം ജീവനെ പകയ്ക്കാതിരിക്കണം. അങ്ങനെ പകയ്ക്കുന്നവൻ ആരും എൻ്റെ ശിഷ്യനാകത്തില്ല. ഈ ധനവാൻ എന്താ പറയുന്നത്? ഭൂമിയിൽ എനിക്ക് കുറെ സഹോദരന്മാരിരിപ്പുണ്ട്. അപ്പോൾ അവൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവൻ സഹോദരന്മാരെ കുറിച്ചുള്ള അവൻ്റെ ഉള്ളിലെ ചിന്ത, ചഞ്ചലപ്പ് അവന് വിട്ടോ? ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ പെന്തക്കോസ്തി വന്ന അവൻ ചിലർക്ക് ചിലരെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് ആണ്. ചിലർക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള വല്ലാത്ത ആകുലതയാണ്. മകനെ, നരകത്തിൽ പോകാതിരിക്കാൻ നീ വീണ്ടും ജനിക്കണം. ഇടുക്കുവാതിൽ കണ്ടെത്തണം. മനസ്സിലാകുന്നുണ്ടോ? അനേകർക്ക് അവരവരുടെ ആത്മാവിന് വേണ്ടി കരുതാൻ ഇന്നും അറിയത്തില്ല. അവരുടെ നിത്യതയ്ക്ക് വേണ്ടി കരുതേണ്ടതിനെ കുറിച്ചുള്ള ബോധ്യം അനേകർക്കില്ല. അങ്ങനെയല്ലേ ഇവിടെ വായിക്കുന്നേ. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തു അത് പറഞ്ഞിട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടുക്കമുള്ള വാതിൽ കണ്ടെത്തണം, അല്ലേ? അത് കണ്ടെത്തുവാൻ അനേകർ കയറുവാൻ നോക്കും, സാധിക്കത്തില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഭാര്യ പറയും, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇന്ന് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യം എന്നാ ഇരിക്കുന്നത്? ഇതിലും വിശാലമായ കാര്യങ്ങൾ ആ പാസ്റ്ററും ഈ പാസ്റ്ററും മറ്റേ പാസ്റ്ററും മറിച്ച പാസ്റ്ററൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, അവർ ജീവിക്കുന്നില്ല. അങ്ങനെ പോയാൽ പോലെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ പറയും, അമ്മ പറയും, ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്നേ. സഹോദരങ്ങൾ പറയും, നീ ഇത്രകൾ പ്രയാസപ്പെടേണ്ട, നീ എങ്ങനെ ജീവിക്കുന്ന? മനസ്സിലാകുന്നുണ്ടോ? ഇതിനെല്ലാം മറുപടി അവസാനം നിന്റെ ശരീരം പറയും. ശരീരം എന്ന് പറയും, ഷുഗർ നിന്നോട് പറയും, പ്രഷർ നിന്നോട് പറയും, ആളലിയാസ്തോത്രം നിന്റെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ നിന്നോട് പറയും. അയ്യോ, ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നീ എങ്ങനെ പോകാൻ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കണം. നിന്റെ സ്വന്തം ശരീരത്തെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന് മാത്രമാണ് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. പറ്റുമോ? ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. എന്തിനാണ് നിന്നെ കർത്താവ് വിളിച്ചത്? ഇടുക്കുവാതിലൂടെ കടക്കുവാനാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. ചിലര് ശരീരത്തിന് മഹത്വം കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്, രോഗത്തിന് മഹത്വം കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്, കുടുംബ ബന്ധങ്ങൾക്ക് മഹത്വം കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണം, നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവനാണെങ്കിൽ, നീ അതിൻ്റെ നടുവിൽ ഒത്തിരി അധ്വാനിച്ചേ മതിയാകത്തുള്ളൂ. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ച ഭാഗം തുറന്ന് വായിച്ച അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഇതുവരെ അവിടെ എത്തിയില്ല. വായിച്ചേ. അവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാട്ടോ. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും ഞങ്ങളെ അവിടെ പറയുന്ന കാര്യം ഇസ്രായേൽ മക്കൾ ഇപ്പൊ എന്നാ ചെയ്തോണ്ടിരിക്കുന്ന അറിയാവോ? അപ്പൊ ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ സഹോദരൻ അങ്ങനെ ജാരസന്തതികളൊന്നുമല്ല, ഞങ്ങൾ വാഗ്ദത്തത്തിൽ ജനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല്ലുകടി എന്ന് പറഞ്ഞ ഈ പല്ലുകടി ചില പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യം, നരകത്തിൽ എന്നാ ഉള്ള നരകത്തിൽ എന്നാ അല്ല, പല്ലുകടിയല്ല, കരച്ചിലും. ചുമ്മാ പല്ലുകടിക്കില്ല, കരച്ചിലും പല്ലുകടി. എന്ത് പറഞ്ഞോണ്ടാ കരയുന്നേ? അതറിയാവോ? ഈ കരയുന്ന എന്ത് പറഞ്ഞോണ്ടാന്നറിയാവോ?
ഇനിയും കേൾക്കണേ, നമ്മൾ 10 പേരെ പറഞ്ഞു ഉദ്ദേശിക്കും നരകത്തിൽ ഭയങ്കര കരച്ചിലും പല്ലുകടിയുവാന്ന് പറയും. എന്ത് കേട്ടിട്ടാ ഈ കരയുന്നത്? എന്താ ഈ കരയാൻ കാരണം അറിയാവോ? ഇതാണ് കാരണം. എഴുതി വെച്ചിരിക്കുന്ന എന്താ? ഒന്നും കൂടെ വായിച്ച വാക്യം. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്നതും നിങ്ങൾ കാണും. വല്ലവൊന്നുമല്ല, നീ കാണുമ്പോ കരച്ചിലും പല്ലുകടിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? ഞാൻ പറഞ്ഞു തരാം. അതിന്റെ പൂർണ്ണ റിഫ്ലക്ഷൻ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പെന്തക്കോസ്തിന്റെ ആദ്യകാലത്തെ നേതാക്കന്മാർ, ഇച്ചിരി കൂടെ വ്യക്തമായി പറയുന്ന അടിസ്ഥാനമിട്ട പല ഉപദേശിമാരും അഭിഷിക്തന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ കാണുകയും അവരുടെ കൊച്ചുമക്കളും നരകത്തിൽ ഇരുന്നുകൊണ്ട് നിലവിളിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ്. എന്ന് വേണ്ടേ അത് സ്തോത്രം, അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ വേണ്ട കൊടുക്കാൻ. ഹാലറിയ. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ ഇരിക്കുകയും കൊച്ചുമകനാണ് സ്വന്തം അഭിഷേകമുള്ളവനാണ് അഭിഷേകമുള്ളവനാണ് വിളിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നീ നരകത്തിൽ കിടന്നുകൊണ്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളില്ലേ, അത് നിമിത്തം നീ നരകത്തിൽ പോയില്ലേ? ആരാ കെ ഇ എബ്രഹാം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ വല്യപ്പൻ്റെ അപ്പൻ്റെ അപ്പനായിരുന്നു എന്ന് പറയുകയും കൊച്ചുമകൻ നരകത്തിൽ കിടക്കുകയും ചെയ്യുമായിരുന്നു എന്നായി പറയുന്നത്. ഇന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അത് ഇന്ന ആളായിരുന്നു, അവൻ സ്വർഗത്തിലിരിക്കും, മക്കളും കൊച്ചുമക്കളും നരകത്തിൽ കിടന്ന് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നാ പറഞ്ഞത്. അവിടെ ആ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചാരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അവര് സ്വർഗത്തിലിരിക്കും, പ്രതിഫലം മേടിക്കും, നീ നരകത്തിൽ കിടക്കും. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ, ആ ഭാഗം ഒന്നും കൂടെ വായിച്ച ശ്രദ്ധിക്കണം. ഈ കരച്ചിലും പല്ലുകടി ഇന്നും ചിലർക്ക് മനസ്സിലാകുന്നില്ല. അളലിയ ഒന്ന് കേട്ടെ, ഇവിടെ 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 സ്വത്ര ഉയർത്തെഴുന്നേറ്റ ചിലർ കണ്ണു തുറന്നു കേട്ടോ. ആമേൻ. ആ ആ സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും. ഇന്നേ ഒത്തിരി ഫാൻസ് ഉണ്ട് ചിലരെ സംബന്ധിച്ച് പറഞ്ഞ്, ഞങ്ങൾ ഇന്ന വ്യക്തിയുടെ ഫോളോവേഴ്സാ, ഞങ്ങൾ ഇന്ന വ്യക്തിയെയാണ് ഞങ്ങൾ സ്വന്തം ഫോളോ ചെയ്യുന്നത്, അവരുടെ ടീച്ചിങ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നീ പാപം ചെയ്യുകയും ഇടുക്കുവാതിൽ കാണാതെ ഇരിക്കുകയും ചെയ്യുക. ആദ്യകാലത്തെ പല അപ്പോസ്തലന്മാരും ഇടുക്കുവാതിലൂടെ പ്രവേശിച്ചു, അവര് ദൈവരാജ്യത്തിൽ ഇരിക്കും. നിനക്കെന്താടാവേ കാര്യം ഇരിക്കുന്നത്? നിനക്കെന്താ കാര്യം ഇരിക്കുന്നത്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തലന്മാർ ഇടുക്കുവാതിലൂടെ പ്രവേശിച്ചു. പല സ്തോത്രം ഹാളലിയ കർത്താവിന് വേണ്ടി അഘോര പ്രവർത്തിച്ച അനേക അപ്പച്ചന്മാർ, അനേക ദൈവദാസന്മാര് വളരെ കഷ്ടം ധരിച്ചാണ് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത്. അവര് കഷ്ടം ധരിച്ചു, അവരിടുക്കുവാതിലൂടെ പോയി. അവരിടുക്കുവാതിലൂടെ പോയെന്ന് പറഞ്ഞ് ആ കഥ പറഞ്ഞുകൊണ്ട് നീ കോടീശ്വരനായി, നീ ലക്ഷപ്രഭുവായി, നിനക്ക് ഇന്ത്യയിലും പുറത്തുമായി അനേക കോടിക്കണക്കിന് സ്വത്തിന് ഉടമയായി തീർന്നു. നീ ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. നീ അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയുന്നറിയാവോ? നീ നിലവിളിക്കുകയും കരയുകയും ചെയ്യും. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് അവിടെ നീ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആമേ. ഞാൻ ഇന്ന് പറയാം, ഇന്ന് സ്വർഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് അനേകർ നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. എവിടെ കിടക്കുന്നറിയാവോ? സ്വർഗത്തിൽ ഓട്ടം തികച്ച കഷ്ടതയിലൂടെ പോയ, ഇടുക്കുവാതിൽ പോയ അനേക അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നോക്കി വിളി നടക്കുന്നത് നരകത്തിൽ നിന്നാ. ഞങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷിക്കോ എന്ന് പറയുന്ന അനവധി നിലവിളികൾ ഉണ്ടാകും കേട്ടോ. പെന്തക്കോസിന്റെ അകത്ത് ഇതുണ്ട്. കാരണം ഇതുവരെയും ഇടുക്കുവാതിൽ കണ്ടിട്ടില്ല, ഇടുക്കുവാതിൽ കണ്ടിട്ടില്ല, ഇടുക്കുവാതിൽ ശ്രദ്ധിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇടുക്കുവാതിൽ കാണാതെ ജീവിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ദൈവരാജ്യത്തിൽ ഇരിക്കുകയും നീ അവരെ എല്ലാം ചുമന്നോണ്ട് നടന്ന നീ നരകത്തിൽ ഇരിക്കുകയും ചെയ്യേണ്ടി വരുമ്പോഴാണ് നിനക്കതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. യഹൂദന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇത്ര നിലവാരത്തിലാണെങ്കിൽ ശ്രദ്ധിക്കണമേ.
ഇടുക്കുവാതിലൂടെ പോകുവാൻ നോക്കിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? അതെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാ. അബ്രഹാമിനെ പോലെ ചുരുക്കവാ, ഇസഹാക്കിനെ പോലെ ചുരുക്കവാ, യാക്കോബിനെ പോലെ ചുരുക്കവാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അബ്രഹാമിനെ നോക്ക്, വാഗ്ദത്തം കേട്ടത് 75-ാമത്തെ വയസ്സില കൽദേറ പട്ടണമായ ഊരിൽ നിന്ന് ഇറങ്ങിപ്പോയ അബ്രഹാം 100-ാമത്തെ വയസ്സ് വരെയും താൻ എത്രയോ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, എത്രയോളം പ്രതിസന്ധി അബ്രഹാം അനുഭവിച്ചു. ഇടുക്കുവാതിൽ ശരിക്കും കണ്ടില്ലേ? കണ്ടു. അനവധി ഭാരങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചില്ലേ? അനുഭവിച്ചു. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിനോട് ചോദിക്കാം, നീ നിന്റെ ഭാര്യയെക്കാളും മകനേക്കാൾ അധികമായി അബ്രഹാമേ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. സ്വന്തം ശരീരത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ തയ്യാറെടുത്തപ്പോൾ അബ്രഹാമിന് നീതിമാൻ എന്നുള്ള മുദ്ര ലഭിക്കുവാനിടയെത്തു. വെറുതെ ഒന്നും നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈ ആയുസ്സിൽ കർത്താവിന് ബോധിച്ചവരാണെങ്കിലേ കഴിയത്തുള്ളൂ. കർത്താവ് നമ്മെ നോക്കും. അബ്രഹാം ആളലിയാസ്തോത്രം സ്വന്തം ഭവനം എങ്ങനെ വാഗ്ദത്തം കേട്ടിരുന്നു? ഭവനം മുഴുവൻ കലുഷിതമായി. വാഗ്ദത്തം കേട്ടിരുന്ന അബ്രഹാമിന്റെ ഭവനമാ. സാറ പറഞ്ഞു കൊടുത്തു, നീ ഇതും പറഞ്ഞോണ്ട് മകനുണ്ടാവും പറഞ്ഞോണ്ട് ഇരിക്കണ്ട. ആ സ്തോത്രം ആരുടെ കൂടെ പോ? ദാസിയുടെ കൂടെ പോ. എന്നിട്ട് അവള് മുഖാന്തരം ഒരു മകൻ പ്രസവിക്കട്ടെ, അവൻ എന്നിട്ട് അവകാശിയാകട്ടെ. അവസാനം പ്രസവിച്ചു. അവകാശി വന്നപ്പോൾ ഈ പെണ്ണുമ്പോളുടെ സ്വഭാവം മാറി. ഇവർക്ക് അപ്പോൾ വേറെയായിരുന്നു. അങ്ങനെ ഈ സാറാമാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുവരെ ഒന്നും കാണുന്നില്ല, അത് കാണണമെന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പിന്നെ ഇവിടെ ഒന്നുമല്ല ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, മക്കളുടെ നന്മ കാണുന്നതിന് മുമ്പേ ഭൂമിയിൽ നിന്ന് പോകും. കാരണം എന്നാ? ഇസഹാക്ക് വളർന്നു വന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി, ഇസഹാക്ക് വളർന്നു വന്നു. ഇസഹാക്ക് വിവാഹത്തിന്റെ സമയം വന്നപ്പോൾ ഇത്തിരി കൂടെ പച്ചയ്ക്ക് വന്ന ഒരു മരുമകള് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആര് വീട്ടിലില്ല? അമ്മായിമ്മ സാറ വീട്ടിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ഇതെല്ലാം കാണേണ്ടതായിട്ട് വന്നൊരു വ്യക്തിയാണെന്ന് ഓർക്കണം. ആര്? അബ്രഹാം. സഹോദരന്റെ പുത്രനായ ലോത്ത് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് എന്ത് സംഭവിച്ചു? സഹോദരന്റെ പുത്രനായ ലോത്ത് ഭവനത്തിൽ നിന്ന് പോയപ്പോൾ അവനെ പിടിച്ചിരുത്തിയില്ല. ദൈവത്തിന്റെ സന്ദർശനം വന്നപ്പോൾ കർത്താവിനേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സഹോദരികളെയോ സഹോദരനെയോ സ്വന്തം ശരീരത്തെയോ പകയ്ക്കാതിരിക്കുകയും ചെയ്യണം. സഹോദരപുത്രനാകുന്ന ലോത്ത് ഭവനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെടില്ലെന്ന് കണ്ടുകൊണ്ടാണ് ദൈവം അവിടെ ചില പ്രവർത്തികൾ ചെയ്തത്. ആദ്യമേ ലോത്ത് ഭവനത്തിൽ നിന്ന് പോയി. ആമേൻ. മനസ്സിലാക്കണം, അവരൊരിക്കലും പറഞ്ഞു വിടാതിരിക്കുമ്പോൾ അവരുടെ ആട്ടിടയന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി. കാരണം എന്താണ്? അബ്രഹാം ഇടുക്കുവാതിലൂടെ കടക്കണമെന്നുണ്ടെങ്കിൽ ലോത്ത് വീട്ടിലിരുന്ന പറ്റത്തില്ല. മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്ക് വരുന്നതിന് മുമ്പ് അബ്രഹാം ഇടുക്കുവാതിലൂടെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം അവിടെ ആര് വരണം? ഇശ്മായേൽ ജനിച്ചേ മതിയാകത്തുള്ളൂ. ഇശ്മായേൽ ഇരുന്നുകൊണ്ട് പരിഹാസിയായി ഇരുന്നാലേ മതിയാകത്തുള്ളൂ. ഇതെല്ലാം സഹിക്കുവാൻ അബ്രഹാം തയ്യാറെടുക്കണം. എന്തുകൊണ്ടാണെന്നോ ദൈവം അങ്ങനെ കണ്ടത്? ഹല്ലേലൂയ. ഇസഹാക്ക് ജനിച്ചതിന് ശേഷം ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോയി. അവിടെ യാഗം കഴിക്കുവാൻ അവനെ വിറകിന് മീതെ പിടിച്ചു കിടത്തി അവന്റെ മീതെ കത്തി ഊങ്ങുവാൻ തുടങ്ങിയപ്പോൾ ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറയുവാൻ തക്കവണ്ണം ആ നിലവാരത്തിൽ ദൈവശബ്ദം ഇവിടെ വെളിപ്പെട്ടെങ്കിൽ തിരിച്ചറിയണം, ദൈവത്തിന് ചില മേഖലകളിൽ സന്ദർശിക്കുവാനുണ്ട്, ദൈവത്തിന് ചില മേഖലകളിൽ ഇടപെടുവാനുണ്ട്, ചില അസാധാരണമായ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവശബ്ദം വെളിപ്പെടുവാനുണ്ട്. അതിനുവേണ്ടിയാണ് മകളെ നീ ഇടുക്കുവാതിലൂടെ പോകേണ്ടി വരുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇടുക്കുവാതിലൂടെ പോകുമ്പോൾ നമ്മൾ സ്വന്തം നിലവിളിക്കരുത്, കരയരുത്. ഇന്ന് ഇടുക്കുവാതിലൂടെ പോയില്ലെങ്കിൽ മനസ്സിലാക്കണം, അബ്രഹാമും ഇസഹാക്കും യാക്കോബും പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് നീ കാണും. നീ പുറത്ത് കിടന്ന് നിലവിളിക്കേണ്ടി വരും. ഇന്ന് ഈ ആയുസ്സിൽ ഇടുക്കുവാതിൽ നിമിത്തം നിലവിളിക്കേണ്ടി വന്നാൽ നിത്യതയിൽ നീ അവനോടുകൂടെ ആയിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ഈ ആയുസ്സിൽ ഇടുക്കുവാതിൽ വേണ്ടെന്ന് വെച്ച് പുറത്ത് കിടന്നുകൊണ്ട് പലതും പറയുന്നവനെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുമ്പോൾ നിന്റെ മുമ്പിൽ കരച്ചിലും പല്ലുകടിയുമായിരിക്കും.
പരിഹാരമില്ലാതെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. ആ ഭാഗം ഒന്ന് വായിച്ചേ, നമുക്ക് വേഗം വായിച്ചു കൊടുക്കാം, സമയം പോകുന്നു. അവിടെ ആ അബ്രഹാമും ഇസഹാക്കും ആ യാക്കോബും ആ സകല സകല പ്രവാചകന്മാരും പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും കണ്ടോ, ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്തു തള്ളിക്കളഞ്ഞതും ഈ ഇത് ശ്രദ്ധിക്കണം, തള്ളിക്കളഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ വിശുദ്ധന്മാർ ഇരിക്കുകയാണ്, മാന്യമായിരിക്കുമ്പോൾ ഇവരെ കിടക്കുകയാണ്, കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലാസർ ധനവാനന്റെ വീടിന്റെ പുറത്ത് കിടക്കുകയായിരുന്നു. അവൻ മരണശേഷം അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കണം, അതുവരെ കിടക്കുന്നവൻ, ഇടുക്കുവാതിൽ കണ്ടെത്തിയവൻ ഈ ആയുസിൽ കിടക്കേണ്ടതായിട്ട് വരും പലതും കണ്ട്. എന്നാൽ കണ്ടോ, ഈ ആയുസ് വിട്ടുകഴിഞ്ഞപ്പോൾ അവൻ അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം മാന്യമായി അണിയിച്ചിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ആയുസിൽ നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുന്നത്, ഈ ആയുസിൽ നിന്റെ ജീവിതത്തിൽ കണ്ണുനീര് വരുന്നത്, ഈ ആയുസിൽ നീ ഇടുക്കുവാതിലൂടെ കടക്കുന്നത്. നീ നിന്റെ ഭാര്യയുടെ വാക്കല്ല ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി, നീ നിന്റെ മക്കളുടെ വാക്കല്ല ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു, നീ നിന്റെ അപ്പന്റെ അമ്മയുടെ വാക്കല്ല ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു, സഹോദരന്റെയോ സഹോദരിയുടെ വാക്കല്ല ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. അവസാനം നിന്റെ ശരീരം നിന്നെ നിയന്ത്രിക്കുന്നതിനല്ല, ദൈവത്തിന്റെ കൃപയനുസരിച്ച് നിൽക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. മോശ, ഹല്ലേലൂയ, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്നു. മോശ കണ്ണുമങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതിരുന്നൊരു ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ദൈവത്തിന്റെ വാക്കിന് ഇടം കൊടുത്തു. കഷ്ടം സഹിക്കുവാൻ, ദൈവജനത്തോടു കൂടെ കഷ്ടം സഹിക്കുവാൻ, മിസ്രൈമിന്റെ നന്മകളെ വിട്ടതിന് ശേഷം ഇസ്രായേൽ മക്കളോടുകൂടെ ദൈവജനത്തോടു കൂടെ ഇടുക്കുവാതിൽ കണ്ടെത്തുവാൻ കഷ്ടം സഹിച്ചപ്പോൾ ദൈവം അവന് ഉയർത്തുവാനിടയായിട്ട്. ഇന്ന് നീ കഷ്ടം സഹിക്കുമ്പോൾ നിന്നെ പഴി പറയുവാനും ദുഷി പറയുവാനും നിന്നെ ആക്ഷേപിക്കുവാനും നിന്നെ അപമാനിക്കുവാനും ക്ഷണത്തിൽ തീർക്കാമെന്നൊക്കെയും പലർക്കും തോന്നും. പക്ഷേ ദൈവത്തിന്റെ കാര്യപരിപാടിയിലാണ് നീ ആയിരിക്കുന്നത്. നീ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, ഇടുക്കുവാതിലായിരിക്കുന്നെങ്കിൽ നീ ക്ലേശിക്കരുത്, കണ്ണുനീരൊഴുക്കരുത്. ഇത് ദൈവത്തിന്റെ കാര്യപരിപാടിയിലാണ് കർത്താവ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ബലത്തോടെ ആയിരിക്കണം. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. തുടർന്ന് വാക്കി വായിച്ചാട്ടെ. നിങ്ങൾ കാണുമ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കും. കണ്ടോ, യഹൂദന്മാരോട് കർത്താവിന്റെ കാലഘട്ടത്തിൽ കർത്താവിനെ ഗ്രഹിക്കാതെ ഇടുക്കുവാതിൽ കാണാതിരിക്കുന്നവരോട് ഒന്നാമത് പറഞ്ഞു, അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും വന്ന് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ കാണുകയും നിങ്ങൾ പുറത്ത് കിടന്ന് തള്ളപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ കരയുകയും പല്ലുകടിക്കുകയും ചെയ്യും. യഹൂദന്മാരിൽ നിന്നൊരു ഗണം അവിടെ ചെന്നല്ലോ. ഇനി അവന്മാരുടെ സ്തോത്രം, യഹൂദന്മാരുടെ മനസ്സിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് അടുത്ത വാക്യം കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. അടുത്ത പറയുന്നത് എന്നാ? കിഴക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന്. മനസ്സിലാക്കട, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ഈ ഗോത്രവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവർ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അവർ പ്രവേശിക്കുന്നത് കാണുമ്പോൾ ദൈവജനമാണെന്ന് ഒരായുസ് മുഴുവൻ കൽപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന നീ പുറത്ത് കിടക്കുകയും ഒരിക്കലും ഇതിന്റെ അകത്ത് വരത്തില്ലെന്ന് ചിന്തിക്കുന്ന ജാതികളായിരുന്ന പലത്ത് ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവർ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ജന്മനാ പരീക്ഷ, ജന്മനാ യഹൂദ, നീ പുറത്ത് കിടക്കുമ്പോൾ നീ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആമേൻ. പലതുകൊണ്ടും ഹല്ലേലൂയ ഡിസ്ക്രിമിനേഷൻ വെച്ചിരിക്കുന്നവരൊക്കെയും തിരിച്ചറിയണം, നീ പ്രതീക്ഷിക്കാത്ത പലരും ദൈവരാജ്യത്ത് പ്രവേശിക്കുമ്പോഴാണ് നീ നിന്റെ ജീവിതത്തിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നത്. കർത്താവ് ഈ ആയുസിലല്ല ഇതിന് പരിഹാരം വരുത്തുന്നത്. ഈ ശരീരത്തിൽ നിന്ന് വിട്ട കർത്താവിന്റെ രാജ്യം വെളിപ്പെടുമ്പോൾ അവന്റെ രാജ്യത്തിൽ തന്നോടുകൂടെ തൻ്റെ മക്കൾ ഇരിക്കുന്നത് കാണുമ്പോഴാണ് ഇവിടെ പലതും പറഞ്ഞ് പ്രശംസിച്ചിരിക്കുന്ന അനേകര ലജ്ജിച്ചു പോകുന്നത്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്ത ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. കണ്ടോ, ശ്രദ്ധിക്കണം, മുമ്പന്മാരായി തീർന്ന പിൻപന്മാരുണ്ട്.
കണ്ടോ, മുമ്പന്മാരായിരുന്ന യഹൂദന്മാർ അബ്രഹാമിനും സ്വന്തം മോശ മുഖാന്തരം ന്യായപ്രമാണങ്ങളും കൽപ്പനകളും വാഗ്ദത്തങ്ങളും പ്രവാചകന്മാരും യഹൂദ ജനത്തിന് കൊടുത്തു. അവർ മുമ്പന്മാരായി തീർന്നു. എന്നാൽ മുമ്പന്മാര് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അനുസരിച്ച ന്യായപ്രമാണം അനുസരിച്ച് ലഭിച്ചു. എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നേ. യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ മുമ്പന്മാരായിരുന്ന യഹൂദന്മാരെ നിങ്ങൾ പിൻപന്മാരായി തീർന്നു. എന്നാൽ യഹൂദ കാഴ്ചപ്പാടിലൂടെ, യഹൂദ മതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ സകലരും പുറംജാതികളാണ്, ദൈവത്തെ അറിയാത്തവരാണ്, വിഗ്രഹാരാധികളാണ്, കൃപയോട് അടുക്കാത്തവരാണെന്ന് വെച്ചോണ്ടിരുന്നപ്പോൾ കാട്ടൊലിവായിരുന്ന എന്നെ നിങ്ങളെ വെട്ടിയെടുത്ത് നല്ല മരത്തോട്, നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ചപ്പോൾ പിൻപന്മാരായിരുന്ന എന്നെ കർത്താവിന്റെ കൃപയാൽ മുൻപന്മാരാക്കി തീർക്കുകയാണ് ചെയ്തത്. ഈ കൃപയിലേക്കാണ് സ്വർഗം നമ്മളെ വിളിച്ചു ചേർത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്ര വലിയൊരു രക്ഷ നീ അലക്ഷ്യമായി കാണരുത്. ആമേൻ. അലക്ഷ്യമായി കാണരുത്. ഇത് കേൾപ്പാൻ ചെവിയുള്ള ചെവികളൊക്കെ വിശ്വസിക്കട്ടെ. ആളുകൾ കാണാൻ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾപ്പിക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അങ്ങനെ ആകാതെ വേണം ഇന്ന് പകൽ നേരം കർത്താവിന്റെ കൃപ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ തുടർന്നുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 14-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-26. മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഴക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവന് എന്റെ ശിഷ്യന്മാരായിരിക്കുവാൻ കഴിയില്ല. അടുത്ത തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ ശ്രദ്ധിക്കണേ, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ കണ്ടോ. അപ്പൊ നമ്മുടെ ക്രൂശ് എന്താണ്? സ്തോത്രം. ഈ പറയുന്നവരുടെ ഒന്നും ഇഷ്ടത്തിലല്ല, ദൈവാത്മാവ് പറയുന്നത് അനുസരിച്ച് ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുമ്പോൾ നാം നമ്മുടെ ക്രൂശ് എടുക്കുക ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിലും ക്രൂശ് കർത്താവ് തന്നിട്ടുണ്ട്. ആ ക്രൂശ് നമ്മൾ ചുമക്കണം കേട്ടോ. അബ്രഹാം ചുമന്ന് കാണിച്ചു തന്നു, ഇസഹാക്ക് ചുമന്ന് കാണിച്ചു തന്നു, യാക്കോബ് ഉപായിയായവൻ അനുഗ്രഹം കിട്ടിയെന്ന് വെച്ച് ഓടി. എത്ര വർഷം കൊണ്ടാ ദൈവനെ പഠിപ്പിച്ചേ? എത്ര വർഷം കൊണ്ടാണ് കർത്താവിനെ അഭ്യസിപ്പിച്ചത്? അവൻ ഗോത്രങ്ങൾക്ക് 12 ഗോത്രങ്ങൾക്ക് പിതാവായിരിക്കണം. ഇസ്രായേൽ എന്ന് പേര് വരണമെന്നുണ്ടെങ്കിൽ അവനിലെ ഉപായ ബുദ്ധി അവൻ മാറി, അവന് മാനസാന്തരം വരണമായിരുന്നു. യാക്കോബിന്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്വർഗത്തിലിരിക്കുന്ന അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ പ്രവാചകന്മാരിൽ ആരാണ് ജീവിതം ആസ്വദിച്ചവരെന്ന് പറഞ്ഞേ? ആരാണ് ജീവിതം ആസ്വദിച്ചവര്? ഇന്നും മറ്റൊരു സുവിശേഷമുണ്ട്. കർത്താവ് കാൽവരി തകർക്കപ്പെട്ട് കഴിഞ്ഞ് അതിനുശേഷം ലോകത്തെ ആസ്വദിക്കാനാണ് വരേണ്ടത് എന്ന് പറഞ്ഞ് ചതിക്കുന്ന മറ്റൊരു സുവിശേഷമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ ലിസ്റ്റിന്റെ അകത്ത് അബ്രഹാമും ഇസഹാക്ക് യാക്കോബുമാണ് കിടക്കുന്നത്. പ്രവാചകന്മാർ കിടക്കുന്നത്. അവരാരാണ് ലോകത്തെ ആസ്വദിച്ചവര്? ആരും ലോകത്തെ ആസ്വദിച്ചിട്ടില്ല. അവർ ലോകത്തിൽ അന്യരും പരദേശികളുമെന്ന് അവർ തങ്ങളെ തന്നെ എണ്ണി അളരി വരുവാനിരിക്കുന്ന രാജ്യത്തിനായിട്ട് അബ്രഹാം കാത്തിരുന്നത് കൂടാരങ്ങളിൽ കാത്തിരുന്നു. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ഈ കൂടാരത്തിൽ കാത്തിരിക്കണം. നമ്മുടെ ഈ ആയുസ്സിൽ ഒരുപക്ഷെ നീതി കിട്ടിയില്ലെന്ന് വരാം, ന്യായം കിട്ടിയില്ലെന്ന് വരാം, ആഗ്രഹിച്ച പലതും ലഭിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ ദൈവരാജ്യം നമ്മൾ നോക്കി നമ്മൾ പാർക്കണം. അതാണ് ഈ ആയുസ്സിൽ ഈ മാർഗത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള പദ്ധതി അതാണ്. നാം നമ്മളെ നമ്മുടെ വചനം പറയുന്ന ആ ക്രൂശ് എടുത്തുകൊണ്ട്, ആ ഭാഗം ഒന്നും കൂടെ വായിച്ച അടുത്ത വാക്യം. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കണ്ടോ. ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഇടുക്കുവാതിലൂടെ നമ്മൾ അനുഗമിക്കണം. എല്ലാവരുടെ ഉപദ്രവത്തിന്റെ വാക്കുകൾ, അപ്പന്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെ ഉപദ്രവ വാക്കുകൾ. നിങ്ങളൊരു കാര്യം, ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ ഒത്തിരി ഉപദ്രവം സഹിക്കുന്നുണ്ട്, മകനെ ക്രിസ്ത്യാനിയായിട്ടാ കഷ്ടം സഹിക്കണ്ടേ? നിനക്കത് കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തതോ,
മറ്റുള്ളവനോട് തോന്നിവാസം പറഞ്ഞിട്ട് തെറി കേട്ടോ, ഇതൊന്നും ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ. ചിലർ അങ്ങനെ വെക്കും. ജീവിതത്തിൽ കുറെ കഷ്ടത അനുഭവിച്ചാൽ അതെല്ലാം ഈ പദ്ധതിയോട് ചേർക്കപ്പെടുമെന്ന ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കാര്യം ഒരുവൻ ക്രിസ്തുവിലാവേന പുതിയ സൃഷ്ടിയാ. പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ മുമ്പേ നീ സൃഷ്ടിയാകുന്നതിന് മുമ്പേ ഈ ജഡത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസ്ഥകളും പിന്നെ നിന്റെ മേൽ ഭരിക്കരുത്. ആമേൻ. ഇതൊന്ന് പറയിപ്പിക്കത്തില്ല. ഇത് പറഞ്ഞാൽ എന്തോ സ്തോത്രം, എന്തോ ഉപദേശത്ത് പ്രകാരമല്ല. ഞാൻ പറയട്ടെ, ഇന്ന് അനേകര് ലോക സ്നേഹത്തിലേക്കും ലോകമോഹത്തിലേക്കും ലോകത്തിൻ്റെ വ്യവസ്ഥകളിലും വീണ്ടും ജനത്തെ കെട്ടിയിടുന്ന പ്രസംഗങ്ങളും പഠിപ്പീലുകളുമാണ് അനേകർ കൊണ്ടുവന്ന്. കർത്താവിൻ്റെ ഉപദേശവുമായിട്ട് ബന്ധമില്ല അനേകർക്ക്. അതുകൊണ്ട് തന്നെ അവർ ബന്ധിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്, ദൈവകരത്തിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരത് ഗവനിക്കുന്നില്ല. അടുത്ത് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചു തീർക്കാം. എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല. അടുത്ത വാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർക്കുവാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അത് കണക്ക് നോക്കുന്നില്ലയോ? അടുത്ത് വായിക്കാം. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർക്കുവാൻ വകയില്ല എന്ന് വന്നേക്കാം. അടുത്തത്, കാണുന്നവർ എല്ലാം ഈ മനുഷ്യർ പണിയുവാൻ തുടങ്ങി തീർക്കുവാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽക്കുവാൻ പുറപ്പെടുമ്പോൾ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർക്കുവാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ, ശ്രദ്ധിക്കണം കേട്ടോ. ആളലിയ, നിങ്ങൾ ഏതിനോടാ പോരാടാൻ കയറിയേക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പോരാടാൻ നീ പ്രാപ്തനായോ? ഇപ്പോഴും നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ സമർപ്പണത്തിന് നേരെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ വാക്കും അവസാനം നിന്റെ ശരീരത്തിൻ്റെ ബലഹീനതയുമാണോ ഭരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ ഓട്ടം ശുഭമാകത്തില്ല. അതല്ലേ ഈ പറയുന്നത്? അതുകൊണ്ടല്ലേ 20,000 വരുന്നവന്റെ അടുക്കൽ 10,000 പോകാൻ കഴിയുമോ എന്നുള്ളത് മുന്നമേ നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? പറ്റുന്നവൻ ഈ പണിക്ക് വന്നാൽ മതി. മനസ്സിലായോ? പറ്റുന്നവൻ ഈ പരിപാടിക്ക് വന്നാൽ മതി. വന്നാൽ ഇത് സഹിച്ചേ മതിയാകത്തുള്ളൂ. സഹിച്ചാൽ, ഇടുക്കുവാതിലൂടെ നീ പ്രവേശിച്ചാൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. വഴിതെറ്റിക്കുന്നവനും നിന്നെ കഷ്ടപ്പെടുത്തുന്നവനല്ല എവിടെ കിടക്കുമെന്നറിയാവോ? ഹല്ലേലൂയ. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കിടന്ന് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പിന്നെ നീ പ്രതീക്ഷിക്കാത്തവരൊക്കെയും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് നീ കാണുമ്പോൾ നിനക്ക് ഈ അവസരം ലഭിച്ചിട്ട് നീ ഒരുങ്ങാതെയും സ്വന്തം ഹാളലയും ദൈവസന്നിധിയിൽ നീ ക്രമീകരിക്കാതെ ഇരുന്നതിനെ ഓർക്കുമ്പോൾ ഹാളലിയ നിന്റെ ജീവിതത്തിൽ വലിയ അനർത്ഥമായിട്ട് തീരും. ആമേൻ. ആ ഭാഗം വായിക്കുന്ന അങ്ങനെയല്ലേ? അവിടെ വായിക്കുന്ന പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്റെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. നല്ലത് തന്നെ. ഉപ്പുകാരമില്ലാതെ പോയാൽ കണ്ടോ ഏതർത്ഥത്തിലാ നമ്മളിതൊക്കെ പലപ്പോഴും നമ്മളെടുത്ത് പ്രാർത്ഥിക്കും, കർത്താവേ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്നൊന്നോട് രുചി വരുത്തുമെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്നാ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് വീണ്ടും ജനിച്ച നീ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഇടുക്കുവാതിലേക്ക് പോകാതെ മറ്റുള്ളവരുടെ വാക്കേ പ്രതി ഇടുക്കുവാതിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിന്നെ കുറിച്ചാണ് പറയുന്നത്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതെന്തുകൊണ്ട് രുചി വരുത്തും? രുചിയില്ലാത്ത ഉപ്പേ നിന്നെ ചവിട്ടിക്കളയല്ലാതെ പിന്നെ എന്തൊന്നുണ്ട് ഗുണമുള്ളൂ? ഇന്ന് അനേകർ ചവിട്ടുകൊണ്ട് ഉപ്പാട് തെറ്റിക്കിടക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. ഈ മാർഗത്തിൽ വന്നിട്ട് ഓടേണ്ട പോലെ ഓടാൻ അറിയത്തില്ല. എന്താണ് ഉപദേശം ഒന്നും മനസ്സിലാകുന്നില്ല. ജീവിതത്തിന്റെ അവസ്ഥ എന്തെന്ന് അറിയില്ല. കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? പതുക്കെ ചിലരെയൊക്കെ ഇടുക്കുവാതിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും നിലവിളിയുമായിട്ട് കർത്താവ് എന്നെ വല്ല വിധേന ശത്രു എന്നെ ബന്ധിച്ചെന്നെ ഇടുക്കിലൂടെ കൊണ്ടുപോകുക.
എന്നാണ് പറയുന്നത്. ഇന്ന് അനേകർ പറയുന്ന എങ്ങനെയാ, ഞാൻ പോരാട്ടത്തിലാണ്. എങ്ങനെ നീ പോരാട്ടത്തിലാണ്? എന്താ, ജീവിതം മുഴുവൻ അടയുകയാണ്, എല്ലാ വഴികളും അടയുകയാണ്. കാരണം എന്താ? ഇടുക്കുവാതിലൂടെ കർത്താവ് കയറ്റുക. ഇടുക്കുവാതിലൂടെ കയറ്റുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ എന്നാന്നറിയുന്നത്. ചിലർ നിലവിളിക്കും, ചിലർ പ്രാകും, ചിലർ തെറി പറയും, ചിലർ സ്തോത്രം വായി തോന്നുന്നല്ല അകത്ത് കിടക്കുന്നൊക്കെ പുറത്തു വരുന്ന എപ്പോഴാണെന്നറിയാവോ? ഇടുക്കുവാതിലൂടെ കയറുമ്പോഴാണ്. നീ യഥാർത്ഥത്തിൽ എന്താന്ന് വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയാവോ? ഇടുക്കുവാതിലൂടെ കയറുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിലുള്ള നിന്റെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത്. ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് എപ്പോഴാ? ഇടുക്കുവാതിലൂടെ കയറുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പൊ ചിലർക്ക് ഇത് മനസ്സിലാവില്ല. കർത്താവ് ശരിക്കും അങ്ങോട്ട് കർത്താവ് അക്കരെ നാട്ടിൽ നിന്നെ കൊണ്ടുപോകാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്നെ ശരിക്കും ദൈവം പിടിക്കുക തന്നെ ചെയ്യും. ഒരു മാറ്റമില്ല അതിന്. വായിച്ച അടുത്ത വാക്യം. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും. പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല. കാരണം നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന നിന്നെ വേറൊരു പ്രോഗ്രാമിനും കൊള്ളത്തില്ല. കാര്യം കർത്താവ് നിന്നെ പണിതെടുക്കുന്നത് ദൈവരാജ്യത്തിന്റെ പദ്ധതിക്കായിട്ടാണ്. നീ വേറെ ഏതിൻ്റെ അകത്ത് പോയാലും രക്ഷപ്പെടുകയുമില്ല. കാര്യം നീ ഇടുക്കുവാതിലാണ് പോകുന്നത്. നമ്മൾ പറയുന്നത് കർത്താവേ ഈ ആയുസിലല്ലേ നല്ലൊരു ജോലി വേണ്ടത്, വിദേശത്ത് യാത്ര വേണ്ടത്, പണം വേണ്ടത്. കർത്താവിന് ഇതൊന്നും വിഷയമല്ല. കർത്താവിൻ്റെ അജണ്ടയിൽ ഇതൊന്നുമില്ല. കർത്താവിൻ്റെ അജണ്ടയിൽ നീ ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആമേൻ. കരങ്ങൾ ദൈവത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് വരുന്ന നാളുകൾ ഇടുക്കുവാതിലൂടെ കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ആ വായിച്ച വാക്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്നും കൂടെ പോകാം. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മകനെയും മകളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്തോത്രം സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. മനസ്സിലാക്കണം, കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ നിലവാരത്തിലാണ്. അതുകൊണ്ട് ഈ വചനങ്ങളെ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ സ്തോത്രത്തിൽ നമുക്ക് ജാഗരിക്കാം. ഇന്ന് പകൽ